കക്കയം ഡാമിന്റെ ഷട്ടർ തുറന്നു. ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി കഴിഞ്ഞതിനാലാണ് ഷട്ടർ തുറന്നത്. വിവരങ്ങളുമായി ചേതൻ സാജൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, ഈ ആശങ്ക കൂടുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവരടക്കം ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ്. അധികൃതർ മറ്റെന്തൊക്കെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? വിവരങ്ങൾ. ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി അല്പം നിമിഷം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 8:40 രാത്രി 8:40 ഈ കക്കയം ഡാം തുറക്കുന്നത്. 0.25 ഫീറ്റാണ് ഈ കക്കയം ഡാം ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം, അതായത് കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കുറ്റ്യാടിപ്പുഴയിൽ വെള്ളം ജലനിരപ്പ് ഉയരുന്നതിനാൽ ഇതിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 758 മീറ്റർ ആണ് ഈ കക്കയം ഡാമിന്റെ പരമാവധി സംഭരണ നില. ഇപ്പോൾ 756.64 മീറ്ററായി ജലനിരപ്പ് ഈ മഴയ്ക്ക് ശേഷം ഉയർന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഡാം തുറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡാമിൽ സംബന്ധിച്ചിടത്തോളം ഓറഞ്ച് അലേർട്ടാണ്. എങ്കിൽ കൂടി അത് റെഡ് അലേർട്ടിലേക്ക് മാറാതെ അതിനു മുമ്പായി ഒരു സുരക്ഷിതമായ മാർഗം എന്ന നിലയിലാണ് ഇപ്പോൾ ഡാമിന്റെ KCB അധികൃതർ ഇപ്പോൾ ഡാം തുറന്നു വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 0.25 ഫീറ്റാണ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത്. സ്വാഭാവികമായി വെള്ളം എത്തുക പെരുവണ്ണാമൂഴി ഭാഗത്തേക്ക്, പെരുവണ്ണാമൂഴി ഡാമിലേക്കാണ്. ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവരാണ് ജാഗ്രതാ നിർദ്ദേശം ഉള്ളത്. അവർ പരമാവധി ഇത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങാതെയും മറ്റും കുളിക്കാനും മറ്റും പുഴയിലേക്ക് ഇറങ്ങരുതെന്ന കർശനമായ നിർദ്ദേശമാണ് ഡാമിന് KCB അധികൃതർ പുറപ്പെടുവിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് 8:40 ഇപ്പോൾ ഡാം തുറന്നിരിക്കുന്നത്. 0.25 അടിയാണ് തുറന്നിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഒരു പക്ഷേ മഴ കൂടുകയാണെങ്കിൽ വീണ്ടും ഈ ഡാം ഉയർത്തുന്ന പരിധി അത് കൂട്ടാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. തീർച്ചയായും എന്തായാലും ആശങ്ക ഒഴിയുന്നില്ല. കക്കയം ഡാമിന്റെ ഷട്ടർ തുറന്നിരിക്കുകയാണ്. മാത്രമല്ല, കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും തുടരുകയാണ്. ചേതൻ സാജനാണ് വിവരങ്ങളുമായി ചേർന്നത്.